അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ശബരിമല ശ്രീ അയ്യപ്പൻ ക്ഷേത്രത്തിലേക്ക് നിറപുത്തരിയും വഹിച്ചുകൊണ്ട് ഘോഷയാത്ര നടന്നു. പാലഴിച്ചേലോടെ പായും പമ്പി നിന്നെ പൂണൂലായി പൊന്നയ്യൻ ചാർത്തുന്നുണ്ടേ. പാലഴിച്ചേലോടെ പായും പമ്പി നിന്നെ പൂണൂലായി പൊന്നയ്യൻ ചാർത്തുന്നുണ്ടേ. പുണ്യാഹം പെയ്യുന്നുണ്ടേ പൂങ്കാവിൽ പണ്ടേ ഞാൻ കൂടെയുണ്ടേ. പാങ്ങില്ല പാവങ്ങൾ 18-ാം പടിയേറി കാണിപ്പൊന്നാകുന്നുണ്ടേ. പാപങ്ങൾ പുണ്യങ്ങളാകുന്നുണ്ടേ. പിന്നെയും എന്നുടെ മുൻകോപപ്പുരിമേലെ അയ്യപ്പനേറുന്നുണ്ടേ. അയ്യയ്യ കലികാലം തീരുന്നുണ്ടേ. പാലഴിച്ചേലോടെ പായും പമ്പി നിന്നെ പൂണൂലായി പൊന്നയ്യൻ ചാർത്തുന്നുണ്ടേ. നിറക്കറ്റകൾ പ്രത്യേകം പൂജകൾ ചെയ്താണ് ക്ഷേത്രത്തിലെത്തിക്കുന്നതും പിന്നീട് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നതും. വഴിമധ്യേയുള്ള ക്ഷേത്രങ്ങളിൽ നിറപുത്തരി ഭക്തജനങ്ങൾക്ക് സന്ദർശനത്തിനായി വെക്കുകയും ചെയ്തു. ഈ നിറപുത്തരി ഘോഷയാത്ര പുളിയറ, ആര്യങ്കാവ്, കൊല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കുന്നല ക്ഷേത്രങ്ങൾ, കവല ഭഗവതി ക്ഷേത്രം കഴിഞ്ഞ് ഇന്നിപ്പോൾ തൃക്കലഞ്ഞൂർ മഹാദേവൻ്റെ സന്നിധിയിലെത്തിയിരിക്കുകയാണ്. ഈ ഘോഷയാത്ര 2016 ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നപ്പോഴാണ് ആരംഭിച്ചിട്ടുള്ളത്. അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ആയിരപ്പുറ നിലത്തിൽ നിന്നും കൊയ്തെടുക്കുന്ന കറ്റകൾ അത് നിറപുത്തരിക്കായി ശബരിമലയിൽ എത്തിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തീവ്രമായ കാഴ്ചപ്പാടായിരുന്നു ഈ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ഈ ഘോഷയാത്ര വളരെ ഗംഭീരമാക്കുന്നത് ഈ അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ എല്ലാ അഭിവൃദ്ധിക്കും എപ്പോഴും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ശ്രീ ACS ഗുരുസ്വാമിനാടാരുടെ മകൻ ശ്രീ ACS ഹരിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഘോഷയാത്രയാണ് ഇന്ന് തൃക്കലഞ്ഞൂർ എത്തിയിരിക്കുന്നത്. ഇതിനുശേഷം ശ്രീ കൂടൽ ശ്രീദേവി ക്ഷേത്രം, അതിനുശേഷം മുരിങ്ങമംഗലം ക്ഷേത്രം, മലയാലപ്പുഴ ദേവി ക്ഷേത്രം കഴിഞ്ഞ് കല്ലേലിയും കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പമ്പയിലെത്തുകയും ഇന്ന് രാത്രി തന്നെ ഈ കറ്റകൾ സന്നിധാനത്തിലെത്തിക്കുകയും ശബരീശ്വരൻ്റെ പീഠത്തിൽ അത് പൂജിച്ച ശേഷം ഭക്തജനങ്ങൾക്ക് കൈമാറുന്നതാണെന്നുള്ള വിവരമാണ് അറിയിക്കാനുള്ളത്. സ്വാമിയെ ശരണമായി. ശുദ്ധി വരുത്തി ചെറുകറ്റകളാക്കി പട്ടുപൊതിയുന്ന നിറപുത്തരിയെ ഭക്തർ വിശ്വാസപൂർവമായ ആചാരമായാണ് കാണുന്നത്. കാനനമേട്ടിലെ പൊന്നു പതിഞ്ഞൊരു ശ്രീവാഴും വീട്, കന്നിയയ്യപ്പന്റെ കുഞ്ഞു മനസ്സിലെ ഓങ്കാരക്കനൽ, നാമം ജപിക്കുമെന്നാത്മാവിലായിരം കർപ്പൂര തെളിവ്, നാദവേദങ്ങളൻ നാവിൽ തുളുമ്പുന്നതയ്യാനിൻ കനവ്, ഇരുമുടിയിലെ ഇഹപരമത നീക്കി നീയാറാട്, ഇറ്റിറ്റു വീഴുന്ന തൂമഞ്ഞു തുള്ളി പോലിന്നെന്റെ കണ്ണീര്, അയ്യപ്പൻ തേനൂലും തണ്ണീര്. ക്ഷേത്ര ഉപദേശക സമിതിയുടെയും തിരുവാഭരണ കമ്മിറ്റിയുടെയും തിരുവിതാംകൂർ ദേവസ്വത്തിന്റെയും മേൽനോട്ടത്തിലാണ് പൂജകൾക്കായി അച്ചൻകോവിലിൽ നിന്നും ശബരിമലയിലേക്ക് നിറപുത്തരി കൊണ്ടുപോകുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പാവങ്ങൾ 18-ാം പടിയേറി കാണിപ്പൊന്നാകുന്നുണ്ടേ. പാപങ്ങൾ പുണ്യങ്ങളാകുന്നുണ്ടേ. പിന്നെയും എന്നുടെ മുൻകോപപ്പുരിമേലെ അയ്യപ്പനേറുന്നുണ്ടേ. അയ്യയ്യ കലികാലം തീരുന്നുണ്ടേ. പാലഴിച്ചേലോടെ പായും പമ്പി നിന്നെ പൂണൂലായി പൊന്നയ്യൻ ചാർത്തുന്നുണ്ടേ. പാലഴിച്ചേലോടെ പായും പമ്പി നിന്നെ പൂണൂലായി പൊന്നയ്യൻ ചാർത്തുന്നുണ്ടേ. ഈ വർഷത്തെ ഓണത്തെ വരവേൽക്കാൻ നമ്മുടെ വീടിനകത്തും പുറത്തും വ്യത്യസ്തമായ നവീനവുമായ ചെടികൾ കൊണ്ട് അലങ്കരിച്ചാലോ? അതോടൊപ്പം വർണ്ണശബലവും ഉയർന്ന ഗുണനിലവാരവുമുള്ള ചെടിച്ചട്ടികളും പൂന്തോട്ട സാമഗ്രികളും ആകർഷകമായ വിലക്കുറവിൽ ജോ ഗാർഡൻസ് കുന്നിക്കോട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കൂടാതെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ശേഖരവും എല്ലാവിധ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഏവർക്കും ജോ ഗാർഡൻ ആൻഡ് കോസ്മെറ്റിക്സിന്റെ സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ.